നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവാതിരയുടെ രോഹിണിയായിട്ടോ. ഇന്നലെ കാർത്തികയായിരുന്നു. അശ്വതി തൊട്ട് നേരത്തെ കുളിക്കണം എന്നാ പറയുക. കാർത്തിക നാൾ കാക്ക കരണേക്കാൾ മുമ്പ് കുളിക്കണം എന്ന് പറയും. ഇന്നും ഞങ്ങൾ നേരത്തെ കുളിച്ചു. അമ്പലത്തിൽ പോയി വന്നു. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഒരു മുതിരപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. എന്നാൽ തിരുവാതിരയല്ലേ വരണത്. അപ്പോൾ തിരുവാതിരയ്ക്ക് നോയമ്പിന് എന്തായാലും മുതിരപ്പുഴുക്ക് ഉണ്ടാക്കുമല്ലോ നമ്മൾ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സാമ്പിൾ ചെയ്താലോ എന്ന് വിചാരിക്കുക. മുതിരപ്പുഴുക്കിൽ ഒരുപാട് കഷ്ണങ്ങളിടും, 8 കഷ്ണം എന്നൊക്കെയാണ് പറയുക. ഞാൻ ഉണ്ടാക്കാൻ പോണ മുതിരപ്പുഴുക്കിൽ മുതിരയുണ്ട്, എല്ലാം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ചേനയുണ്ട്, ചേമ്പ്, കണ്ടിച്ചേമ്പുണ്ട്, കുത്തുകിഴങ്ങ് അല്ലെങ്കിൽ കാച്ചിൽ എന്ന് പറയുമല്ലോ, കാച്ചിലുണ്ട്, പിന്നെ കായുണ്ട്, കൂർക്കയുണ്ട്. ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇടിയൻ ചക്ക, അതുപോലെ തന്നെ അമരക്കായ, തുവരപ്പയർ, മത്തങ്ങ, അതൊക്കെ ഇടാട്ടോ. ജയശ്രീ ഞാനും കൂടിയിട്ട് ആ പറമ്പിൽ, അതായത് പ്ലാവിൻ്റെ ചോട്ടിൽ കുത്തുകിഴങ്ങുണ്ട്. കുത്തുകിഴങ്ങ് അത് പറിക്കണം. പിന്നെ അത് പറിച്ചു. പിന്നെ ചേമ്പ് പറിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ചേന, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കായൊക്കെ ഉണ്ടായിരുന്നു. വയ്ക്കാതെ പൂവാട്ടം നമുക്ക് ഉണ്ടാക്കാം എന്തായാലും. എന്താ, വരൂ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേ പാടത്ത് നെല്ല് കാണും കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വിചാരിക്കും ഇതിൻ്റെ വീഡിയോ ഒന്ന് പിടിക്കണമെന്ന്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ജയശ്രീ നോക്കുകണ്ട, ഒക്കെ കതിരായി. കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഇത്രയും കതിരായിട്ടുണ്ടായിരുന്നില്ല. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാറിപ്പറന്നെത്തി ഇത്തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി കൂടാർന്നതിക്കോർത്തു പോകുന്നു വാനിൽ. ചന്തം ധരക്കേറയായി ശീതവും പോയി അന്തിക്ക് പൂങ്കാവിലാളേറെയായി. സന്തോഷമേറുന്നു ദേവാലയത്തിൽ, പൊന്തുന്നു വാദ്യങ്ങൾ, വന്നു വസന്തം, വന്നു വസന്തം. നിങ്ങളില്ലേ, ഇതാ കണ്ട, ഇതിനുള്ളിലുണ്ടാ, കണ്ടാ, ദാ ഇത് കറുപ്പ് നിറാണോ അത്? അത് മുകളിലേക്ക് പൊന്തി നിൽക്കണതാ, വയലറ്റ് കളർ അല്ലേ? ഈ കറുപ്പിൻ്റെ അടിയിൽ വയലറ്റ് ഉണ്ട് അല്ലേ? കുറേ ഉണ്ട്. അങ്ങോട്ട് ഒക്കെ വിത്ത് കൂട്ടി വലുതായിട്ടുണ്ട്. ഇത് കുഴിച്ചിടാനല്ലേ? അടുത്ത കാലത്ത് മുളച്ചോളും. കയ്യ് ചവറത്ത് കഴിയുമ്പോൾ സൂക്ഷിച്ചോളൂട്ടാ. നീ അവിടെ ഉണ്ടാ? അവിടെ ഉണ്ട്. അത് അടിയിലേക്ക് താന്നു പോയിക്കുക. ഇത് ചേമ്പല്ലേ? വിത്തുണ്ട് അല്ലേ? കുറച്ചുണ്ട്. ഇത് കണ്ടിച്ചേമ്പിൻ്റെ ഒരു ചേമ്പാണ് കേട്ടോ. അത് കഷ്ണാക്കി. ഇനി കാച്ചിൽ കണ്ടോ, വയലറ്റ് കളർ കാച്ചിലിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പകുതി മതി നമുക്ക്. മുറിച്ചു. അത് നമുക്ക് തൊലി കളഞ്ഞതിനുള്ളിലിടാം. പിന്നെ കൂർക്കയുണ്ട്. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുതിരയാണ് കേട്ടോ. അതിലേക്ക് ചേന ഇടാം. പിന്നെ കായ, നേന്ത്രക്കായാണ് കുറച്ച്, ഒരെണ്ണം. പിന്നെ കൂർക്ക കുറച്ച്. കൂർക്ക കഴുകിയൊക്കെ വെച്ചേക്കണം തന്നെയാണ് കേട്ടോ. ഇട്ടോളൂ. ഇപ്പോൾ കായ, ചേന, കൂർക്ക, പിന്നെ ഇതാണ് ചേമ്പിൻ്റെ, വെളുപ്പ് കളറുള്ള ചേമ്പിൻ്റെ കഷ്ണങ്ങളാണ്. ഒരു മഞ്ഞ കളർ കണ്ടു, അത് കുത്തുകിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ. ഇതൊക്കെ ഇടാം. പാത്രം നിറഞ്ഞു കേട്ടോ, നിറച്ചായി. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. മുളക് 1 ടീസ്പൂൺ മതി കേട്ടോ. ഇനി പച്ചമുളക് അരയ്ക്കും, അത് കാരണം 1 ടീസ്പൂൺ മതി, നല്ല എരിവുണ്ടേ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. ഇനി ഉപ്പിടണം. കല്ലുപ്പ്, ആവശ്യമുള്ള ഉപ്പിട്ടു. പിന്നെ
അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അടുപ്പത്ത് വെച്ചു. അടയ്ക്കാം. 2-3 വിസിലാകുമ്പോൾ ഓഫാക്കാം. നാളികേരം അതിലേക്കുള്ളതാണ് കേട്ടോ ഇത്. ഒരു മുറി, വലിയ മുറിയായിരുന്നു ചെരുകി വെച്ചേക്കണത്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിടാം. പിന്നെ അതിലേക്ക് ചേർക്കാൻ നിറച്ചിടാം കേട്ടോ. നല്ലോണം വേണം, കുറേ കൂട്ടാനില്ലേ. ജീരകം 1 സ്പൂൺ ഇട്ടു. പച്ചമുളക് ഇടാം. നല്ല എരിവുണ്ട് കേട്ടോ. 2 ഇട്ടാൽ മതി. വേണമെങ്കിൽ ഉള്ളി ഇടാം, പക്ഷെ ഞാൻ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇടാം. 2 വിസിൽ വന്നപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. അരച്ചതൊക്കെ ഇട്ടു. കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ പാത്രം നിറഞ്ഞൂല്ലേ. നല്ല ലൂസായിട്ടല്ലേ ഇപ്പോൾ ഇരിക്കണത്. തിളച്ചു കേട്ടോ. ഇത് തണുക്കുമ്പോൾ കട്ടയാവും. ഇത് ഓഫാക്കാം കേട്ടോ. മതി തിളച്ചത്. കറിവേപ്പില ഇട്ടു. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം നമ്മുടെ പുഴുക്കുണ്ടാക്കണ പണി കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് കുറവുണ്ട്. ഇടിയഞ്ചക്ക ഇട്ടിട്ടില്ല, അമരക്കായ ഇട്ടിട്ടില്ല, പത്തങ്ങ ഇട്ടിട്ടില്ല. അതൊക്കെ പിന്നെ ഇട്ടിട്ട് നമുക്ക് തിരുവാതിരയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിച്ച് നോക്കാം അല്ലേ നമുക്ക്. കണ്ടോ എത്ര എടുത്ത ടേസ്റ്റ് കഴിക്കണില്ലേ? കഴിക്കുമോ? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കണ്ടിച്ചേമ്പ് ഇഷ്ടംപോലെ ഉണ്ട്. കാച്ചിലും ഇട്ട് ഇഷ്ടംപോലെ തന്നെ. പിന്നെ ചേന, കായ, കിഴങ്ങ് വർഗ്ഗം മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ചും എടുത്തില്ലേ? കഴിച്ചോളൂ കഴിച്ചോളൂ. കാപ്പി കഴിക്കാം. കൊണ്ട് പോകണ്ട പോകുമ്പോൾ. മുഴുവൻ ചിലവാവില്ല. കൊണ്ടുപോകണോ? ഇത് മുഴുവൻ ചിലവാവില്ല എവിടെയും. സ്വാതന്ത്ര്യമല്ലേ. അപ്പോൾ കഞ്ഞിക്കോ ചോറിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കാപ്പി കഴിക്കുമ്പോഴും നമുക്കിത് കഴിക്കാം. നല്ല നല്ല ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അത്. നാളെ ഉണ്ടാക്കാം. നാളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കാം. കൂവ പായസം ഉണ്ടാക്കാം. നാളെ കൂവ പായസം ഉണ്ടാക്കാം. എല്ലാം കൂടി പറ്റില്ലല്ലോ. അപ്പോൾ ഹെൽത്തി ഫുഡ് ഇത് കഴിച്ചാലേ ചോറുണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കഞ്ഞി കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ നോയമ്പാണെന്ന് വെച്ചിട്ട് നമുക്ക് കഞ്ഞി കുടിച്ചോളണമെന്നൊന്നുമില്ല. ഇത് കഴിച്ചാലും വിശപ്പ് മാറും. അതന്നെ. അപ്പം എല്ലാവരും തിരുവാതിരയ്ക്ക് പുഴുക്കുണ്ടാക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇടാത്തത് കഷ്ണങ്ങൾ ചേർക്കേണ്ടത് ആ തിരുവാതിരയ്ക്ക് ചേർക്കും. ഇതൊക്കെ ചേർക്കും. പ്ലസ് ഇടിയഞ്ചക്ക, അമരക്കായ, ചെറുകിഴങ്ങ്. അതല്ല, ചെറുകിഴങ്ങ് കിട്ടിയില്ല കടയിൽ നിന്ന്. നമ്മളവിടെ ഇല്ല. നാളെ വരും. വരില്ലാവുള്ളൂ അല്ലേ? അപ്പം എല്ലാവർക്കും തിരുവാതിരയുടെ ആശംസകൾ മുൻകൂട്ടി നേരെയാണ് കേട്ടോ. ഇന്ന് ക്രിസ്മസാണ്. എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആഘോഷിച്ചു കൂട്ടാ. കേക്ക് മുറിച്ചു. ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന കേക്കാണ്. അത് മുറിച്ച് കഴിച്ചു. കുട്ടികളൊക്കെ കഴിച്ചു. ക്രിസ്മസ് ട്രീ ഒരുക്കി സുന്ദരി ശ്രീഹരി കൂടിയിട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ചു ഒക്കെ ചെയ്തു. അപ്പം നമ്മുടെ ക്രിസ്മസൊക്കെ കേമായി. ഇനിയിപ്പോൾ തിരുവാതിരയ്ക്കുള്ള ഒരുക്കങ്ങൾ. ഇന്നലെ കാർത്തിക ഞാൻ പറഞ്ഞിട്ടോ. കാർത്തിക ഇന്ന് രോഹിണിയാണ്.
നാളെ മകേരി ആണെങ്കിലും നാളെ രാത്രിയിലാണ് തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുക. മറ്റന്നാൾ രാത്രിക്ക് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നാളെ രാത്രിയാണ് ഉറക്കമൊഴിക്കുക. നാളെ ഉച്ചയ്ക്ക് മകരം നോൽക്കണവരുണ്ടെങ്കിൽ നോൽക്കാം. അമ്മമാരൊക്കെ നോൽക്കണം എന്നാ പറയാം. മക്കളുള്ളവർ മകേരിയും കൂടി നോൽക്കും. ആ 2 ദിവസം കൂടി നിൽക്കുമ്പോൾ വയ്യായോ വരുമെന്ന് പറയാൻ പറ്റില്ല. തിരുവാതിര എന്തായാലും നോൽക്കണം ഉറപ്പായിട്ടും. പറ്റുമെങ്കിൽ മകേരി നോൽക്കുക. രാത്രിയാവുമ്പോൾ ഉറക്കമൊഴിക്കുക. നാളെ രാത്രി കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ഉണ്ടാക്കൂട്ടാ. എല്ലാവരും ഉണ്ടാക്കിക്കോളൂ. സാധനങ്ങൾ മനസ്സിലായല്ലോ. മുതിര, ചെറുപയറോ പയറൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ കായ, ചേന, മത്തങ്ങ, ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ്, അമരക്കായ, കൂർക്ക, അതൊക്കെ ഇടാം. എന്നിട്ട് അത് ഒത്തിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ഉപ്പിട്ടിട്ട് അടപ്പത്ത് വയ്ക്കുക. വേവുമ്പോൾ കൊള്ളി ഇടാം. വേവുമ്പോൾ നാളികേരം, ജീരകം കൂട്ടിയിട്ട് അരയ്ക്കുക. പച്ചമുളക് കൂട്ടി അരയ്ക്കുക, ഒഴിക്കുക. ഇത് ലൂസായിട്ട് വാങ്ങി വയ്ക്കുക കേട്ടോ. അതല്ലെങ്കിൽ കട്ടയാവും, ഭയങ്കര കട്ടയാവും. ഇത്തിരി ലൂസാണെങ്കിൽ കഞ്ഞി കുടിക്കാറാകുമ്പോഴേക്കും പാകത്തിന്. ഇപ്പോൾ ഇതാ പാകമാണ്. വാങ്ങുമ്പോൾ കറിവേപ്പില പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. ഉണ്ടാക്കിയപ്പോഴോട്ട് അതിപ്പോൾ തിരുവാതിര നോക്കുമ്പോൾ ഇല്ലാത്തവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ കമൻ്റ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. കമൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ചെയ്തത് പോരാണോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും.